നമസ്കാരം. TCV ടോപ്പ് 10 ന്യൂസിലേക്ക് സ്വാഗതം. താനൂർ തിരൂർ പാതയിൽ അപകടങ്ങൾ തുടർക്കഥയാവുന്നു. താനൂർ നടക്കാവിൽ മത്സ്യം കയറ്റി പോകുന്ന ഇൻസുലേറ്റർ വാഹനം കാറിലിടിച്ച് യാത്രക്കാർക്ക് പരിക്കേറ്റു. കഴിഞ്ഞ ദിവസം രാത്രിയാണ് അപകടം നടന്നത്. ഇടിയാഘാതത്തിൽ കാറിന്റെ മുൻഭാഗം പൂർണ്ണമായും തകർന്നു. ഈ മേഖലയിലും അപകടങ്ങൾ പതിവായത് നാട്ടുകാർ ആശങ്കപ്പെടുത്തുകയാണ്. തലക്കാട് ഗ്രാമപഞ്ചായത്ത് 15ാം വാർഡ് ഉപതെരഞ്ഞെടുപ്പ് ഇടത് സ്ഥാനാർത്ഥി പത്രിക നൽകി. കോയക്കുഞ്ഞകത്ത് മൂത്താട്ട് സജ്ജിലയാണ് ഇറിഗേഷൻ AXC ഹരീന്ദ്രനാഥിന് നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചത്. ഇടത് നേതാക്കൾക്കൊപ്പമാണ് പത്രിക സമർപ്പണത്തിനെത്തിയത്. ആഗസ്റ്റ് 11-നാണ് ഉപതെരഞ്ഞെടുപ്പ്. യുവാക്കൾ തമ്മിലുള്ള വാക്കേറ്റം സംഘർഷത്തിൽ കലാശിച്ചു. വിയർക്കുപ്പിക്കൊണ്ട് കുത്തേറ്റ യുവാവിന് ഗുരുതര പരിക്ക്. പരിക്കേറ്റ മുറിവഴിക്കൽ പൊന്തപ്പടി സ്വദേശി ജയ്സലിനെ കോട്ടക്കലിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. കരിപ്പൂർ സ്വർണ്ണക്കടത്ത് കേസിൽ പോലീസ് അന്വേഷണം തുടങ്ങിയിട്ട് ഒരു മാസം പിന്നിടുമ്പോഴും സ്വർണ്ണക്കടത്തിന്റെ ബുദ്ധികേന്ദ്രങ്ങൾ ഇരുളിൽ തന്നെ. സ്വർണ്ണക്കടത്തിന്റെ വ്യാപ്തിയും കുടിപ്പകയുടെ തീവ്രതയുമാണ് ഒരു മാസത്തെ അന്വേഷണത്തിനിടെ പുറത്തുവരുന്നത്. എങ്കിലും സൂത്രധാരന്മാർ തിരശ്ശീലയ്ക്ക് പുറകിൽ തുടരുകയാണ്. കൊടുവള്ളി മാഫിയയ്ക്ക് വേണ്ടി കൊണ്ടുവന്ന സ്വർണ്ണത്തിന് സംരക്ഷണമൊരുക്കാനും തട്ടിയെടുക്കാനും എത്തുന്നവരെ നേരിടുന്നതിനും നിരവധി കൊട്ടേഷൻ സംഘങ്ങൾ കരിപ്പൂരിലെത്തിയിരുന്നതായി വ്യക്തമായിട്ടുണ്ടെങ്കിലും പ്രധാന പ്രതികളെ പിടികൂടാനായിട്ടില്ല. കഞ്ഞിപ്പുര മൂടാൽ ബൈപ്പാസ് നിർമ്മാണവുമായി ബന്ധപ്പെട്ട തടസ്സങ്ങൾ ഒഴിവാക്കുന്നതിനും പ്രദേശവാസികളിൽ നിന്നുള്ള നിർദ്ദേശങ്ങൾ കൂടി പരിഗണിച്ച് ഡിസൈനിൽ ആവശ്യമായ മാറ്റങ്ങൾ വരുത്തുന്നതിനുമായി എഞ്ചിനീയർമാരുടെ സംഘം സ്ഥലത്ത് പരിശോധന നടത്തി. റോഡ് രൂപകൽപ്പനയുമായി ബന്ധപ്പെട്ട തിരുവനന്തപുരത്ത് നിന്നുള്ള PP യൂണിറ്റിലെ അസിസ്റ്റന്റ് ഡയറക്ടർ V മണിലാലിന്റെ നേതൃത്വത്തിലുള്ള എഞ്ചിനീയർമാരുടെ സംഘമാണ് പരിശോധന നടത്തിയത്. പെരുന്നാൾ ദിനത്തിൽ മാതൃകാ പ്രവർത്തനമായി ഡൗൺ ബ്രിഡ്ജ് തിരൂർ. തെരുവുകളിൽ കഴിയുന്നവർക്കും യാത്രക്കാർക്കും പ്രവർത്തകർ ഭക്ഷണം വിതരണം ചെയ്തു. പുറത്തൂർ നായർത്തോട് സൗഹൃദം ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ് പെരുന്നാൾ ദിനത്തിൽ പൊതിച്ചോറ് വിതരണം ചെയ്തു. പുറത്തൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് CO ശ്രീനിവാസൻ ഇതിനോദ്ഘാടനം നിർവഹിച്ചു. 200-ലധികം പേർക്കാണ് പൊതിച്ചോറ് നൽകിയത്. വിദ്യാർത്ഥികൾക്ക് കൈത്താങ്ങൊരുക്കി ഐശ്വര്യ ക്ലബിന്റെ പായസ ചലഞ്ച്. വിദ്യാർത്ഥികൾക്ക് പഠനോപകരണങ്ങൾ നൽകുന്നതിന്റെ ഭാഗമായി താനൂർ ശോഭാപ്പറമ്പ് ഐശ്വര്യ ക്ലബാണ് പായസ ചലഞ്ച് സംഘടിപ്പിച്ചത്. വിവിധ ഭാഷകളിൽ അമ്പിളിമാമന് കത്തെഴുതി വിദ്യാർത്ഥികൾ. ചാന്ദ്രദിനത്തോടനുബന്ധിച്ച മംഗലം വള്ളത്തോൾ AP സ്കൂൾ വിദ്യാർത്ഥികളാണ് അമ്പിളിമാമന് വിവിധ ഭാഷകളിലൂടെ കത്തെഴുതി അറിവ് പങ്കുവച്ചത്. SSLC പരീക്ഷയിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികൾക്ക് റെഡ് ആർമിയുടെ ആദരം. തിരൂർ നഗരസഭ 3ാം വാർഡിലെ പ്രതിഭകളെയാണ് ആദരിച്ചത്. CPM ഏരിയ സെക്രട്ടറി P ഹംസക്കുട്ടി വിദ്യാർത്ഥികൾക്ക് ഉപഹാരം നൽകി. ഇതോടെ ടോപ്പ് 10 ന്യൂസ് സമാപിക്കുന്നു. നന്ദി, നമസ്കാരം.